സെക്രട്ടറി ഉണ്ടോ അവിടെ? ഇല്ല, പുറത്തുപോയി. എപ്പോഴാ വരിക? അയ്യോ, അത് പോയ ആൾക്കല്ലേ അറിയുള്ളൂ. എന്താ വേണ്ടേ? എന്റെ ഭാര്യയുടെ പേര് മാറ്റി തരണം. ആരുടെ ഭാര്യയുടെ? എന്റെ ഭാര്യയുടെ. തനിക്കിത് ഏത് ഓഫീസ് അറിയോ? പഞ്ചായത്ത് ഓഫീസ്. ആ, അപ്പൊ അതറിയാം. പഞ്ചായത്ത് ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാരെന്താ ഭാര്യയുടെ പേര് മാറ്റായിരിക്കും ഇവിടെ? അതൊന്നും എനിക്ക് അറിയില്ല. നിങ്ങൾ എന്റെ ഭാര്യയുടെ പേര് മാറ്റി തരണം. തന്റെ ഭാര്യയുടെ പേരെന്താ? എന്റെ ഭാര്യയുടെ പേര് സ്വർണ്ണലതാ. അതിനി നയൻതാരാന്നോ കരീന കപൂർന്നോ ഒറ്റ ആക്കണായിരിക്കും അല്ലേ? നയൻതാരാന്നും കരിഞ്ഞ കപൂർന്നും ആക്കട്ടാ. എന്റെ ഭാര്യയുടെ പേര് സ്വർണ്ണലതാന്നാണ്. അത് അതേമാതിരി തന്നെ ആക്കി തന്നാ മതി. താൻ ആള് കൊള്ളാലോ. തന്റെ ഭാര്യയുടെ പേര് സ്വർണ്ണലത, അത് പിന്നെയും മാറ്റേണ്ടത് സ്വർണ്ണലതാന്ന്. തനിക്ക് വല്ല അസുഖമുണ്ടോ? അല്ല, നിങ്ങൾക്ക് വല്ല അസുഖമുണ്ടോ? ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങളുടെ അടുത്ത്. ഇവിടെ ഈ സർട്ടിഫിക്കറ്റ് എനിക്ക് തരുമ്പോ തന്നെ എന്റെ ഭാര്യയുടെ പേര് തെറ്റി എഴുതിയിട്ടാണ് തന്നിരിക്കുന്നത്. അത് നിങ്ങൾ ശരിയാക്കിയിട്ട് സ്വർണ്ണലതാന്നാക്കി തരി. അങ്ങനെ അപ്പൊ അങ്ങനെ പറയണ്ടേ, അല്ലാതെ ഇവിടെ വന്നിട്ട് ഭാര്യനെ മാറ്റണം എന്നൊക്കെ പറഞ്ഞ ഞാൻ എന്താ വിചാരിക്കുക? സർട്ടിഫിക്കറ്റ് അതെ, എന്റെ ഒറിജിനൽ ഭാര്യ ഈ സർട്ടിഫിക്കറ്റിൽ പേര് മാറി കിടക്കുന്നത് കണ്ടിട്ടില്ല. കണ്ട ആകെ പ്രശ്നമാവും. അപ്പൊ തനിക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഭാര്യ ഉണ്ടെന്നാ? എന്താ നിങ്ങൾ പറഞ്ഞു? താൻ ആള് കൊള്ളാലോ. ഞാൻ ശരിയാക്കി തരാട്ടോ. ഇത് വെച്ചോ. ഇതെന്താ? എന്റെ മൊബൈൽ നമ്പറാ. അതെ, എനിക്ക് എന്റെ ഭാര്യയുടെ പേര് മാറ്റിയാൽ മതി, വേറെ ഭാര്യ ഒന്നും വേണ്ട. ഇതെന്തിനാ നിങ്ങളുടെ മൊബൈൽ നമ്പർ? തനിക്ക് തന്റെ ഭാര്യയുടെ പേര് മാറ്റണോ? മാറ്റണം. അതിന് നിങ്ങളുടെ മൊബൈൽ നമ്പർ എന്തിനാണ്? അപ്പൊ അതിലേക്ക് ഒരു 250 രൂപയ്ക്ക് റീചാർജ് ചെയ്യോ. അപ്പോഴേക്കും ഞാൻ ഇതൊക്കെ ഒന്ന് പഠിക്കട്ടെ. എന്താ പറഞ്ഞത്? ഇവരുടെ മൊബൈലിലേക്ക് ഞാൻ എന്തിനാ ചാർജ് ചെയ്യുന്നത്? ഇവർക്ക് പഠിക്കാനായിരുന്നു. സെക്രട്ടറി ഉണ്ടോ അവിടെ?